മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ആണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് എഴുതപ്പെട്ട് തന്നിട്ടുണ്ട്. ആ വചനങ്ങൾ തന്നെ നമ്മൾ എന്താ സ്പോക്കൺ വേർഡായിട്ട് നമ്മൾ വായിൽ കൂടെ വരുന്ന വചനമായിട്ട് കേൾക്കുമ്പോൾ നമ്മളോടുള്ള വ്യക്തിപരമായ സന്ദേശമായിട്ട് നമുക്ക് എടുക്കുകയും നമ്മുടെ ജീവിതത്തെ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ശോധന ചെയ്യുകയും ചെയ്യാം. നമുക്ക് വളരെ പരിചിതമായ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 6-ാം അധ്യായം അതിൻ്റെ ഒരു 3-4 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും തുടർന്ന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുകയും ചെയ്യാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു പാരഗ്രാഫാണ്. റോമർ 6-ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്താ ഈ നീണ്ട 3-4 വാക്യങ്ങൾ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ എന്താ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? നമുക്ക് വളരെ സാവധാനത്തിൽ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ നോക്കാം. ഇവിടെ കണ്ടോ, ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ആകയാൽ ആകയാൽ എന്നൊരു വാക്കുകൊണ്ടാണ്. therefore ആകയാൽ. അപ്പോൾ ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പം അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? അതിൻ്റെ മേളിൽ പറഞ്ഞ ഏതോ കാര്യത്തോടൊക്കെ ഇതിനൊരു ബന്ധമുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാൻ. കാരണം മുകളിൽ എന്തോ പറഞ്ഞു? ആകയാൽ എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫ് നോക്കുക. മുകളിലത്തെ പാരഗ്രാഫ് നോക്കുമ്പോൾ ഇതെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല, എങ്കിലും നോക്കുക. ആ പാരഗ്രാഫിന്റെ തുടക്കം നമ്മൾ നോക്കുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയാണ് ആ ഖണ്ഡികയുള്ളത്. അപ്പൊ ആ ഖണ്ഡികയുടെ തുടക്കം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കുമ്പോൾ ചേടാ അവിടെയും കിടക്കുന്നു ആകയാൽ. അവിടെ എന്താ കിടക്കുന്നത്? therefore. അവിടെ മുതൽ ചിന്തിക്കാമെന്ന് വെച്ചപ്പം അവിടെ നമ്മളെ നിർത്തുകയില്ല. അവിടുന്നും മുകളിലോട്ട് പോവുക, അവിടെ നിന്നും മുകളിലോട്ട് പോവുക. അപ്പൊ അതിന്റെ തലേ അധ്യായത്തിലേക്ക് നമ്മൾ പോവുക. ഈ അധ്യായങ്ങളൊക്കെ പിന്നീടാണല്ലോ തിരിച്ചത്. ഇത് എഴുതുമ്പോൾ ഈ അധ്യായങ്ങളോ വാക്യങ്ങളോ ഇല്ല. അതുകൊണ്ട് നമുക്കതിന്റെ മുകളിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം therefore എന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെന്താണ് എന്ന് പറഞ്ഞ് അതിന്റെ മുകളിലത്തെ പാരഗ്രാഫ് എന്നാ വായിച്ചു നോക്കാം. ഇതിന്റെ പശ്ചാത്തലം അവിടെയാണല്ലോ കാണുക. അത് നോക്കുമ്പോ ആ പാരഗ്രാഫ് തുടങ്ങുന്നിടത്ത് 5-12 തുടങ്ങുന്നത് എങ്ങനെയാ? അതുകൊണ്ട് അതുകൊണ്ട് ഏതുകൊണ്ട്? അതിന്റെ മുകളിൽ പറഞ്ഞേക്കുന്ന ഏതാണ്ടിനുമായിട്ടുള്ള ബന്ധം അവിടെയും വരിക. ചുരുക്കത്തിൽ നമ്മൾ ആകെപ്പാടെ സമയമില്ല 3 വാക്യം നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോൾ അതിന്റെ മുകളിലുള്ള പാരഗ്രാഫ് അതിന്റെ മുകളിലുള്ള പാരഗ്രാഫ് ഇതുമായിട്ടെല്ലാം കണക്റ്റഡ് ആണ്, അതുമായിട്ടെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിച്ച ഈ ഭാഗങ്ങൾ എന്ന് മാത്രം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അത്രയും മനസ്സിലായാൽ മതി. ബാക്കിയൊക്കെ നോക്കാൻ സമയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ നമ്മൾ 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ എന്നെല്ലാം പറയുന്ന ഈ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളോട് ചേർത്താണ്. മുകളിൽ 2-3 പാരഗ്രാഫിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതിൻ്റെ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ തുടക്കം ഈ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്നതിൻ്റെ ഭാഗവും തുടർച്ചയുമാണ് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ. മുകളിലുള്ള ഭാഗങ്ങൾ നമുക്ക് എടുത്തു നോക്കാൻ സമയമില്ല. അതിൻ്റെ ചുരുക്കം നമുക്കിങ്ങനെ പറയാം. ഈ മുകളിലൊക്കെ എന്താ പറഞ്ഞേക്കുന്നത്?
5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി എന്താ? ഇനി അതും പ്രശ്നമായി. എന്താ ഇനി വിജയകരമായ ക്രിസ്തീയ ജീവിതം? നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നാ പറയുന്നത്, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആളുകൾ. ഓക്കെ, അങ്ങനെ ക്രിസ്തുവിനെ പിൻപറ്റാനായിട്ട് നമ്മുടെ തുടക്കം എവിടെയായിരുന്നു? നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണോ അതിന്റെ തുടക്കം? അല്ല. നമുക്കറിയാം. പിന്നെ എവിടെയാ ക്രിസ്തുവിനെ പിൻപറ്റുന്നതിന്റെ തുടക്കം? നമ്മളൊക്കെ ഈ ലോകത്ത് നമ്മുടേതായ വഴിക്ക് ജീവിച്ചിരുന്നപ്പോൾ, ജീവിതത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ എവിടെ വെച്ചോ എങ്ങനെയോ, അതൊരു പക്ഷെ വഴിയെ കടന്നു പോയപ്പോൾ ഒരാൾ തന്ന ഒരു ട്രാക്റ്റ് വായിച്ചായിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയപ്പോൾ അവിടെ എഴുതി വെച്ച ഒരു വാക്യം വായിച്ച് ഇതെന്താ എന്ന് അത്ഭുതപ്പെട്ട്, അപ്പൊ അടുത്തിരുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ബൈബിൾ എന്ന് പറഞ്ഞ ഒരെണ്ണത്തിലാ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കിക്കളയാമെന്ന് വെച്ച് ബൈബിൾ വാങ്ങി വായിച്ചു. അങ്ങനെയൊക്കെ ചുരുക്കത്തിൽ വളരെ വിചിത്രമായ നിലയിൽ, അത്ഭുതകരമായ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഈ സത്യങ്ങളിലേക്ക് വന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവരുടെ സൺഡേ സ്കൂൾ അധ്യാപിക ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോഴായിരിക്കും അവര് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെയാണെങ്കിലും എവിടെയാണ് ക്രിസ്തീയത നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയത്? നമ്മള് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു, കർത്താവിനായിട്ട് ഞാൻ ഇനിയുള്ള നാളുകൾ ജീവിക്കും, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കണമേ എന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ രംഗത്താണ് നമ്മൾ എന്തായി തീർന്നത്? ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? രക്ഷയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ഇതെന്തിനാ എല്ലാ ആഴ്ചയും ഇങ്ങനെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. വെറുതെ ഇവിടെ ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇവിടെ CFCയുടെ മീറ്റിങ്ങിന് വരുന്നു, അതുകൊണ്ട് ഞാൻ ദൈവമകനാണ് എന്ന് പറയാൻ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. മറിച്ച് എവിടെയെങ്കിലും നമുക്കൊരു തുടക്കം ഉണ്ടാവണം. വിശ്വാസത്തിൽ നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു രംഗം ഉണ്ടാവണം. ഓക്കെ, അത് നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. ഇതേവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവർ, അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും കഴിഞ്ഞ പല നാളുകളായിട്ട് മീറ്റിങ്ങിന് വരുന്നവരായാലും എന്തു വേണം? കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. വളരെ ലളിതമാണ്. വിശ്വാസത്തിന്റെ ഒരു ലളിതമായ ഒരു ചുവടുവയ്പ്പാണ്. ഓക്കെ, ആ നിലയിലെ ഇതേവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആളുകൾ ആ നിലയിലെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു അനുഭവത്തിലേക്ക് വരണം എന്ന് പ്രാഥമികമായിട്ട് പറയും. ആട്ടെ, നമ്മൾ ഈ പറഞ്ഞു വന്ന വിജയകരമായ ക്രിസ്തീയ ജീവിതം ഇതാണോ? ഇതിൻ്റെ അകത്ത് വിജയകരമായ ജീവിതമുണ്ട്. അപ്പൊ തന്നെ പ്രായോഗിക തലത്തിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ പിന്നെയും എവിടാ ജീവിക്കുന്നത്? പിന്നെയും അവരവരുടെ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അല്ലാതെ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇനി ഒരു പുതിയ വീട്ടിലാണ് ഇനി ബാക്കി ദിവസം ജീവിക്കുന്നത്, അങ്ങനല്ല. പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, പഴയ ബസ്സിൽ തന്നെ കയറുന്നത്, പഴയ അയൽക്കാർ തന്നെ നമുക്കുള്ളത്, പഴയ അതേ സ്കൂളിൽ തന്നെ നമ്മൾ പോകുന്നത്, പഴയ അതേ ഓഫീസിൽ അടുത്തിരിക്കുന്ന കസേരയിലുള്ളവരൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഒന്നിനും പ്രത്യേകിച്ച് മാറ്റമില്ല. പിന്നെ മാറ്റം ഉണ്ടായത് ആർക്കേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വന്നു. നമ്മുടെ അതേവരെ നമ്മിലൂന്നിയ ഒരു ജീവിതമായിരുന്നു. ഇപ്പോഴെന്തായി? ഇപ്പൊ എന്ത് ചെയ്യാനും ദൈവമേ എന്നെ സഹായിക്കണേ, നീ എൻ്റെ പിതാവാണ്, നീ നടത്തുന്ന വഴിയിലൂടെ എനിക്ക് പോയാൽ മതി, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ എന്താ മറുപടി പറയേണ്ടത് എന്നോട് പറയണേ, ഇവിടെ ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടത് എനിക്കൊരു ഉത്തരം അവിടുന്ന് തരണേ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അവിടുന്ന് എനിക്കൊരു ബോധ്യം തരണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തിൽ തന്നെ ശരണപ്പെടാൻ ഇടയാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്കിൽ പോലും, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നുണ്ട്? പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബോധപൂർവം ആഗ്രഹിച്ചിട്ട് പാപങ്ങൾ ഉണ്ടാകുന്നതല്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ അതേ ലോകത്ത്, പഴയ അതേ ഓഫീസിൽ, പഴയ അതേ ബസ്സിൽ, പഴയ അതേ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് കൊണ്ട് സാഹചര്യങ്ങൾ മാറിയിട്ടില്ല.
അവിടെയൊക്കെ പാപത്തിന്റെ പഴയ പ്രലോഭനങ്ങൾ അതുപോലെ ഉണ്ട്. നമ്മള് ശ്രദ്ധിക്കാത്ത ഒരു നിമിഷത്തിൽ, അൺഗാർഡഡ് ആയ ഒരു മൊമെന്റിൽ നമ്മൾ എന്ത് പറ്റി പോകാം? നമ്മളെ വീണ്ടും പഴയ ഒരു പാപത്തിൽ വീണു പോകാം. അങ്ങനെ പാപത്തിൽ വീണും എഴുന്നേറ്റും ഒക്കെ അങ്ങനെ ശരാശരി ജീവിക്കുന്ന ഒരു ജീവിതമല്ല വിജയകരമായ ഒരു ജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് അതെന്താ? കഴിയുന്നിടത്തോളം പാപത്തിൽ നിന്ന്, അതിൻ്റെ ആ പ്രലോഭനങ്ങളിൽ നിന്ന്, അതിന് നമ്മുടെ മേലുള്ള സ്വാധീനങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച് ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകക്കാരല്ല. ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളെ കാണുന്ന പോലെയല്ല നമ്മൾ കാണുന്നത്. അവരുടെ മുൻഗണനകളല്ല നമുക്കുള്ളത്. അവരുടെ ആ നിലയിലുള്ള തീരുമാനങ്ങളല്ല നമ്മുടെ തീരുമാനങ്ങൾ. ഇങ്ങനെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്ന, അതിൽ ബോധപൂർവമായ പാപങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടി കഴിയുന്നിടത്തോളം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ആരോടും ഒരു നിലയിലുള്ള ഒരു മുറിപ്പാടുകളില്ലാതെ, ആരുമായിട്ടും ഒരു മത്സരമോ വഴക്കോ ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദിനംതോറും ജീവിക്കുന്ന ഒരു ജീവിതമാണ് വിജയകരമായ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങനെ അങ്ങ് പറയാം. ശരി, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ 4, 5, 6 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ 6ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളും നമുക്ക് പ്രസക്തമാണ്. അതിൻ്റെ ഭാഗവും തുടർച്ചയുമാണ്. വിജയകരമായ ഒരു ജീവിതത്തിൽ തന്നെ തുടരുന്നതിനെ കുറിച്ചാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാരഗ്രാഫ് ആകയാൽ എന്ന് പറഞ്ഞ് മുകളിലുള്ള പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആകയാൽ എന്ന് പറഞ്ഞ് ആ തുടർ പദവും കൊണ്ട് അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 5ന്റെ 12-ാമത്തെ വാക്യം അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഒരു കണക്റ്റിംഗ് വേർഡുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പോട്ടെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലെങ്കിലും നമുക്കിവിടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് സമയത്തിന്റെ ചുരുക്കം മൂലം വളരെ വേഗത്തിലൊന്ന് നോക്കാം. ഇവിടെ എന്താ 6ന്റെ 12 എന്താ പറഞ്ഞത്? ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നമ്മുടെ മേൽ പാപം വാഴരുത്. റെയിൻ എന്ന വാക്കാണ്. വാഴരുത്, പാപം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുഴങ്ങിപ്പോയിന് അല്ലേ? ഇനി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഇനി പാപം ഉണ്ടാകരുത്. അയ്യോടാ, നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. നമുക്ക് താല്പര്യമില്ലെങ്കിലും ചിലപ്പോൾ എന്ത് പറ്റാം, നമ്മളൊരു പാപത്തിൽ വീണെന്ന് വരാം. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പോയ ഒരാൾ കാണാൻ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ സ്ലിപ്പ് ചെയ്ത് അവിടെ വീഴുന്നത്. ഉടനെ നമ്മൾ അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ചിട്ട് ചോദിക്കുകയെന്നിരിക്കട്ടെ, സുഹൃത്തെ, നിങ്ങൾ ഇത്രയും നാളായിട്ട് കണ്ടിട്ട് 10-60 വയസ്സായല്ലോ, ഇത്രയും 10-60 വയസ്സായിട്ട് ഇതേവരെ നടക്കാൻ പഠിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ല. ഇദ്ദേഹത്തിന് നടക്കാൻ അറിയാം. 3-4 വയസ്സായപ്പോൾ നടക്കാൻ പഠിച്ചതാ. പക്ഷെ നടക്കാൻ പഠിച്ചെങ്കിലും വീഴാനല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ യാദൃച്ഛിക കാല് തെറ്റി അങ്ങ് വീണുപോയി. ഇന്ന് പോകുന്ന വഴിക്ക് 2 വട്ടം വീണേച്ചു വരണം എന്ന് വീട്ടിൽ നിന്ന് തീരുമാനമെടുത്താണോ ഈ മനുഷ്യൻ ഇറങ്ങിയത്? അല്ല. എങ്ങും വീഴരുത്, ഒരു കുഴപ്പവും ഉണ്ടാകരുത്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാമെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാ റേഷൻ കട വരെ പോയത്. പക്ഷെ വന്ന വഴിക്ക് എന്താ പറ്റി? വന്ന വഴിക്ക് കാല് തെന്നി വീണുപോയി. ഇത് യാദൃച്ഛിക സംഭവിച്ച ഒരു കാര്യമാണ്. വീഴാനായിട്ടല്ല അദ്ദേഹം നടന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും പാപത്തിൽ വീഴാൻ വേണ്ടിയല്ല നമ്മൾ നടക്കുന്നത്, ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ വീണുപോകാം. പക്ഷേ അങ്ങനെ വീഴുന്നതും പാപം നമ്മിൽ വാഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപം നമ്മുടെ മേൽ വാഴുക എന്ന് പറഞ്ഞാൽ എന്താ?
പാപത്തിനാണ് നമ്മുടെ മേലുള്ള അധികാരം. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, കൺവെൻഷനിൽ അവസാനത്തെ ദിവസം നമ്മൾ കൈപൊക്കി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ ഉള്ള ശരിയാ. നമ്മുടെ വീണ്ടും ജനനത്തിന്റെ ഡേറ്റ് ആയിട്ട് ഒരു ഡേറ്റും കുറിച്ച് ബൈബിളിന്റെ ആദ്യത്തെ താളിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതും ശരിയാ. പക്ഷേ നമ്മള് ഈ പാപത്തെക്കുറിച്ച് ഗൗരവമായ ഒരു നിലപാട് നമുക്കുണ്ടാകണം. എന്നാലേ പാപം നമ്മുടെ മേൽ വാഴാതിരിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ കണ്ടോ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. നിങ്ങളുടെ മേൽ പാപം വാഴരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? നമ്മള് ഇവിടെ ആദ്യത്തെ വാക്യം ചിന്തിച്ചപ്പോൾ തന്നെ നമ്മളോട് എന്താ പറയുന്നത്? പാപം നമ്മുടെ മേൽ വാഴരുത്. നമുക്ക് ആ ഒരു നിർബന്ധമുണ്ടോ? അതോ ഈ കാര്യത്തിൽ ഒരു ഗൗരവമില്ലാത്ത ജീവിതമാണോ? അങ്ങനെ അരുത്. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ സഭയിൽ പോകുന്നവരാണ്. ഇനിയും നമ്മൾ ബോധപൂർവമായ പാപത്തിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നൊരു നിലപാട് നമുക്കുണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിലപാടുണ്ടായാലും എന്തോ പറ്റി പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ സംഭവിച്ചതുപോലെ എന്ത് പറ്റാം? ചിലപ്പോ കാലൊന്ന് തെറ്റി ഒന്ന് വീണു പോയെന്ന് വരാം. അത് സ്വാഭാവികമായ ഒരു കാര്യമല്ല, അസ്വാഭാവികമായിട്ട് ഇടയ്ക്കെങ്ങാനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ദൈവവചനം എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായ ഒരു ഒരു പുസ്തകമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വായിക്കുകയാണെന്നിരിക്കട്ടെ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നായിരുന്നെങ്കിൽ നമ്മൾ കുഴങ്ങിപ്പോകുമായിരുന്നു. കാര്യം നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ യാദൃച്ഛികമായിട്ട് ഒരു ആക്സിഡന്റലായിട്ട് നമ്മൾ വീണു പോയെന്ന് വരാം. ദൈവവചനം അതിന് പോംവഴി വെച്ചിട്ടുണ്ട്. എന്താ പോംവഴി? 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമുക്ക് യാദൃച്ഛികമായിട്ട് അങ്ങനെ ഒരു തെറ്റ് വന്നാൽ നമ്മൾ എന്ത് വേണം? ഉടനെ നമ്മൾ അതിനെക്കുറിച്ച് അനുതപിക്കണം. ആ വീണടത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. അതോ ഞാൻ വീണു ഇനിയിപ്പോ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞ് 60 വയസ്സായ ആൾ അവിടെ കിടന്നെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണോ നമ്മൾ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുന്നേൽക്കണം. വീണു, പക്ഷെ അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്തോ വേണം? എഴുന്നേൽക്കണം. ഒരു തെറ്റ് പറ്റി, പക്ഷെ അത് ബോധ്യപ്പെട്ടാൽ ഉടനെ നമ്മൾ അതിൽ നിന്ന് എഴുന്നേൽക്കുകയും അനുതപിക്കുകയും വേണം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ 1:9 അങ്ങനെയാ പറയുന്നത്. നമ്മൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ കർത്താവ് അത് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മൾ പാപം ചെയ്യാത്തവരായിട്ട് വീണ്ടും കർത്താവ് നമ്മളെ നടത്തും. പക്ഷെ അത് ഒരു നിത്യസംഭവമായി പോകരുത്. പാപം നമ്മുടെ മേൽ വാഴരുത്. യാദൃച്ഛികമായിട്ടൊരു പാപം സംഭവിച്ചാൽ അതിന്റെ പോംവഴി 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് നമ്മൾ എന്ത് വേണം? നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. ഒരു വീഴ്ച വന്നാൽ നമ്മൾ കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നമ്മളെ തന്നെ നിർമ്മലീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതല്ല ഇവിടെ പാപം വാഴരുത് എന്ന് പറഞ്ഞേക്കുന്നത്. പാപത്തിൽ അബദ്ധത്തിൽ ഒന്ന് വീണു പോകുന്നത് അല്ല, പാപം നമ്മുടെ മേൽ വാഴരുത്. ഞാനിത് പറയുമ്പോ എല്ലാ പാപങ്ങളും എല്ലാവരുടെയും മേൽ വീഴുകയില്ല, എല്ലാവരുടെയും മേൽ വാഴുകയില്ല. എന്നാൽ ഓരോരുത്തർക്ക് പ്രിയപ്പെട്ട ചില പാപങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അതിനെ ബൈബിള് ഒരു പ്രത്യേക വാക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മുറുകെ പറ്റുന്ന പാപം. എക്സിനെ മുറുകെ പറ്റുന്ന പാപമായിരിക്കേയില്ല വയ്യെ മുറുകെ പറ്റുന്നത്. അവരവരുടെ ടെമ്പർമെന്റ് അനുസരിച്ച്, അവരവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടും അവരവരുടെ പ്രകൃതവും അനുസരിച്ച് പലതരം പാപങ്ങൾക്കായിരിക്കും പലരുടെ മേൽ സ്വാധീനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മുറുകെ പറ്റുന്ന പാപം നമ്മുടെ മേൽ വാഴരുത്. എന്നെ മേൽ പാപം വാഴുന്നില്ല എന്ന് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നെ മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപമുണ്ടോ? ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ
കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയാതെ അങ്ങനെയുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളിലുള്ള ആ പാളിച്ചയായിരിക്കാം അവരെ മുറുകെ പറ്റുന്ന പാപം. പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തനിക്ക് എല്ലാവരുടെയും മുമ്പിൽ അംഗീകാരം കിട്ടണം എന്നൊക്കെയുള്ള സ്വാർത്ഥതയുടെ തൻപൊരുമയുടേതായ ആ നിലയിലുള്ള ഒരു പാപമായിരിക്കാം അദ്ദേഹത്തെ മുറുകെ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഓരോരുത്തരെ മുറുകെ പറ്റുന്നത് ഓരോന്നാണ്. അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായി, ഇപ്പോഴും നമുക്ക് ഇന്ന പാപത്തിൽ നിന്ന് മോചനമില്ല, ഇന്ന പാപം ഇപ്പോഴും എൻ്റെ മേൽ വാഴുന്നു, പണത്തോടുള്ള ആഗ്രഹം, ചിലർക്ക് അതായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റൊന്നായിരിക്കാം, പലർക്ക് പലതാണ്. സഹോദര സഹോദരി, എനിക്ക് നിനക്കും എന്താ? എത്ര വർഷങ്ങളായി നമ്മൾ ഈ സത്യങ്ങളിൽ കേൾക്കുകയും ഇതിനെ പിൻപറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴും ഏതെങ്കിലും ഒരു മുറുകെ പറ്റുന്ന പാപം നമ്മുടെ മേൽ വാഴുന്നുണ്ടോ എന്ന് നമുക്ക് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ മേൽ വാഴരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോ എല്ലാ പാപങ്ങളും കൂടെ വന്ന് നമ്മുടെ മേൽ വാഴുകയില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പാപം, അങ്ങനെ വല്ല പാപമുണ്ടോ? അതെന്താ പ്രിയപ്പെട്ട പാപം എന്ന് പറഞ്ഞിരുന്നത്? പ്രിയപ്പെട്ട എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടതല്ല, പക്ഷെ നമ്മളെ മുറുകെ പറ്റുന്ന, നമുക്ക് എന്തുകൊണ്ടോ അതിനോടൊരു താല്പര്യമുള്ള അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ കണ്ടെത്തുക, അതിനോട് കൂടുതൽ ഗൗരവമുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക. വിജയകരമായ ജീവിതത്തിലേക്ക് ഉള്ള വഴി അതാണ്. പാപം നമ്മുടെ മേൽ വാണുകൊണ്ട് നമുക്കൊരു വിജയകരമായ ജീവിതം ജീവിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഏത് പാപമാണ് നമ്മളെ വാഴുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവം മുമ്പാകെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിൽ നിന്ന് മോചനം നേടുകയും വേണം. ഈ വർഷം ഇതെന്നെ വാണു, എന്നാൽ അടുത്ത മാസം ഇതെന്റെ മേൽ വാഴുകയില്ല, അടുത്ത വർഷം ഇതെന്റെ മേൽ വാഴുകയില്ല എന്നുള്ള ഒരു ഗൗരവത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് അതിനായിട്ടൊരു നിലവിളി നമുക്കുണ്ടാവണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടും നമ്മുടെ ആ തീരുമാനത്തിനനുസരിച്ചും നമുക്ക് അതിൽ നിന്ന് വിടുതൽ നൽകും. അല്ലാതെ നമ്മൾ പല വർഷങ്ങള് സഭയിൽ വന്നു, ഇപ്പോഴും മുറുകെ പറ്റുന്ന പാപങ്ങൾ പലതുണ്ട് എന്ന് പറയുന്നത് ഈ വചനമനുസരിച്ച് ശരിയല്ല. പാപം നിങ്ങളുടെ മേൽ വാഴരുത്. നമുക്ക് അതിന്റെ താഴേക്ക് നമുക്ക് നോക്കാം. അവിടെ എന്താ പറയുന്നത്? തുടർന്ന് ഈ പാപങ്ങൾ നമ്മുടെ മേൽ വാഴാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങള് നമ്മൾ സമർപ്പിക്കുകയും എണ്ണുകയും ഒക്കെ ചെയ്യണമെന്ന് അതിന്റെ 6:13 വാക്യം അടുത്ത വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് ചില പാപങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ ആ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ചില അവയവങ്ങളായിരിക്കും. ആ അവയവങ്ങളെ എന്ത് വേണം? ആ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഇനി നമ്മുടെ മേൽ വാഴാതെ നമ്മള് അവയെ എന്ത് വേണം? അവയെ മരിപ്പിക്കണം എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ 2 രീതിയിലുള്ള ഗൗരവമായിട്ട് എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു സമർപ്പണം, ഒരു പൂർണ്ണ സമർപ്പണമുണ്ടോ? 2, നമ്മളെ നിരന്തരം വീഴ്ത്തിക്കളയുന്ന നമ്മുടെ അവയവങ്ങൾ. ചിലരെ സംബന്ധിച്ചിടത്തോളം കണ്ണായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം പണസ്നേഹമായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം മുൻകോപമായിരിക്കാം. ഏതാണ് അതെന്ന് കണ്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മരിച്ചതായിട്ട് എണ്ണി അതിനെ ദൈവത്തിന് ഓരോ തവണയും അതിൽ നിന്ന് തെറ്റായ ഫലങ്ങൾ വരുമ്പോ, ദൈവമേ, എൻ്റെ ഈ കണ്ണുകൊണ്ട് നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും കാണാൻ, അതിൽ പിന്നെയും ശ്രദ്ധിക്കാൻ, അത് പിന്നെയും വായിക്കാൻ ഞാൻ ഇനി തയ്യാറാകുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിനെ എന്ത് ചെയ്യുന്നു? ഈ കാര്യത്തിൽ മരിച്ചതായിട്ട് എണ്ണുന്നു എന്ന് പറഞ്ഞ് അതിനെ യാഗപീഠത്തിൽ വെക്കണം. നമ്മളെ തന്നെ മൊത്തത്തിൽ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. അപ്പോൾ തന്നെ എന്ത് വേണം?
കുറച്ചുകൂടെ നമ്മളിലുള്ള പല അവയവങ്ങളെ നമ്മൾ നോക്കിയിട്ട് നമ്മളെ കൂടെ കൂടെ പാപത്തിലേക്ക് വീഴ്ത്തിക്കളയുന്നത് ഇതിലേത് കാര്യമാണ് എന്ന് കണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മരിച്ചതായിട്ട് എണ്ണണം. യാഗപീഠത്തിൽ വെക്കണം, മരണത്തിന് അതിനെ ഏൽപ്പിക്കണം എന്ന് ആണ് ഇവിടെ ഇതാ ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. റോമർ 6:13 വാക്യം അതാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ എന്ത് വേണം? നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. ദൈവത്തിനായിട്ട് നമ്മുടെ ഈ നീതിയിൽ ജീവിക്കാനായിട്ട് പാപത്തിൽ ഇപ്പം നിരന്തരം വീഴുന്ന നമ്മുടെ ചില അവയവങ്ങളെ മരിപ്പിക്കാൻ തയ്യാറാവണം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വളരെ പ്രശസ്തനായ ഒരു ദൈവഭൃത്യൻ, അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം തെറ്റായ ചില ബന്ധങ്ങളിൽ പെട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തെ ആ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. താന് ഈ പാപങ്ങൾക്ക്, തന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഈ പാപത്തിന് ഇനിയും താൻ കീഴടങ്ങുകയില്ല, അതിന് മരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ മരിച്ചതായിട്ട് എണ്ണുന്നു, എൻ്റെ അവയവങ്ങളെ മരിച്ചതായിട്ട് എണ്ണുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവം മുമ്പാകെ യാഗപീഠത്തിൽ അർപ്പിച്ചു. കണ്ടോ, രണ്ടും നടന്നു. അദ്ദേഹം മൊത്തത്തില് ഞാൻ പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് തന്നെ തന്നെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് നേരത്തെ പോയിരുന്ന ആ ഒരു ശരീരത്തെ താൻ പൂർണ്ണമായിട്ട് യാഗപീഠത്തിൽ വെച്ചു. അതുപോലെ തന്നെ പാപത്തിലേക്ക് വീഴ്ത്തിക്കളഞ്ഞിരുന്ന അവയവങ്ങളെയും മരിക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഈ തീരുമാനമൊക്കെ എടുത്തെങ്കിലും അതിൽ തുടരുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ഗാർഡഡ് ആയിരുന്നു, വളരെ ശ്രദ്ധാലുവായിരുന്നു. താൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തൻ്റെ കണ്ണുകളെ, തൻ്റെ ചിന്തകളെ, തൻ്റെ മനസ്സിനെ, തൻ്റെ മനോഭാവങ്ങളെ ഒക്കെ സൂക്ഷിക്കും. വഴിതെറ്റി പോകുമ്പോൾ അതിനെ ആ നിലയിൽ അങ്ങ് വിടുകയില്ല. ഒരു കുതിരയെ കൊണ്ട് നടക്കുന്നത് പോലെയാണ്. കുതിരയ്ക്ക് എന്താ, ഇഷ്ടമുള്ള വഴിയിലേക്കൊക്കെ പോകാനാണ് അതിൻ്റെ താല്പര്യം. പക്ഷേ ആ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരൻ എന്തോ ചെയ്യും? ഒരു കടിഞ്ഞാൺ കൊണ്ട് അത് അങ്ങോട്ട് വലിച്ചാൽ അതിനെ തിരിച്ചു വലിച്ച് ശരിയായ വഴിയിൽ കൊണ്ടുപോകും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കണ്ണ് ഒക്കെ അദ്ദേഹത്തെ തെറ്റായ പല നോട്ടങ്ങളിലേക്ക്, തെറ്റായ ചില കാര്യങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞ് അദ്ദേഹം അതിനെയൊക്കെ എന്ത് ചെയ്തു? കുതിരക്കാരൻ കടിഞ്ഞാണിട്ട് തിരിച്ചു വലിക്കുന്നത് പോലെ. തീർച്ചയായിട്ടും പാപകരമായ ഒരു സാഹചര്യം വരുമ്പോ ഈ കുതിരയ്ക്ക് അങ്ങോട്ടാണ് ആകർഷണം എന്ന് പറഞ്ഞതുപോലെ ഈ കണ്ണിന് അങ്ങോട്ടൊരാകർഷണമുണ്ട്. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം ചിന്തിക്കും, അയ്യോ ഞാൻ പഴയ ഞാനല്ല, ഞാൻ മരിച്ച ആളാണ്, മരിച്ചിട്ടിപ്പൊ ജീവിക്കുന്ന ആളാണ്, എൻ്റെ ഈ അവയവങ്ങളെ ഞാൻ മരണത്തിന് ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഇതിനെ ഇഷ്ടമുള്ള വഴിയിൽ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ആ കണ്ണുകളെ പിൻവലിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം സ്വയം ഏർപ്പെടുത്തിയിരുന്ന ഒരു ഡിസിപ്ലിൻ, സ്വയം ഏർപ്പെടുത്തിയിരുന്ന ഒരു ശിക്ഷണം. ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അധികം നാളായില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നിരന്തരം വീണുകൊണ്ടിരുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ ആ പാപത്തിന് നമ്മുടെ മേൽ ഒരു സ്വാധീനമുണ്ടാകും. എല്ലാ പാപങ്ങൾക്കും ഒരുപോലല്ല. ചില നമ്മുടെ പ്രിയപ്പെട്ട ചില പാപങ്ങൾ, ഞാൻ പിന്നെയും സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് പ്രിയപ്പെട്ട എന്ന് പറയുന്നത്, ഒരു പാപവും നമുക്ക് പ്രിയപ്പെട്ടതല്ല. പക്ഷേ അങ്ങനെ കഴിഞ്ഞ കാലത്ത് നമ്മൾ നല്ലതുപോലെ വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പാപങ്ങൾക്ക് നമ്മളെ വിട്ടുപോകാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതിനോട് കൂടുതൽ ജാഗരൂകതയോടെ, കൂടുതൽ ഡിസിപ്ലിനോടെ അതിനോട് ഇടപെടണം എന്നുള്ളതാണ് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
ചുരുക്കത്തിലെ കഥയിലേക്ക് വരട്ടെ. അദ്ദേഹം ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് ജീവിച്ചു പോവുക. ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹം നോക്കിയപ്പോ അദ്ദേഹം അങ്ങനെ നടന്നു പോകുമ്പോ ഇതാ എതിരെ തന്നെ കഴിഞ്ഞ കാലത്തിൽ നിരന്തരം പാപത്തിൽ വീഴ്ത്തിയിരുന്ന ഒരാള്, ഒരു സ്ത്രീയെ മറുവശത്തൂടെ വരുന്നു. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ദൈവദാസൻ കണ്ണടച്ച് ആ വഴിക്ക് നോക്കാതെ വേറൊരു വഴിക്ക് നോക്കി ഇങ്ങനെ നടന്നപ്പോ ഈ സ്ത്രീ നോക്കിയപ്പോ ഇന്ന ആളല്ലേ ഈ പോകുന്നത്. അവരവിടെ നിന്നിട്ട് വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു, ഏയ് നിങ്ങള് എന്നെ മനസ്സിലായില്ലേ, എന്നെ നോക്കുന്നില്ലേ, നേരെ പോവുകയാണോ എന്ന് വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂസലൊന്നുമില്ല. ഇദ്ദേഹം പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ വിടുകയില്ല. അവര് പുറകെ ചെന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ചെന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ, ഞാന് ഇന്ന ആളാ, നിങ്ങളല്ലേ ഇന്ന ആള്. അപ്പൊ ഈ ആളിന്റെ ഒരു പാവഭേദമൊന്നും ഇല്ലാതിരുന്നപ്പോ ഈ സ്ത്രീക്ക് സംശയമായി, ഇനി ആളെ തെറ്റിയോ. അതുകൊണ്ട് അവര് ചോദിച്ചു, നിങ്ങള് ഇന്ന ആളാണോ, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ആ ദൈവദാസന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആള് മരിച്ചുപോയി. മരിച്ചുപോയോ? മരിച്ചുപോയി. പിന്നെ നിങ്ങളോ? ഇത് വേറെ ആളാണ്, മരിച്ചുപോയ ആൾക്ക് ഇനി എന്തോ ചെയ്യാൻ ഒക്കും? മരിച്ചുപോയ ആൾക്ക് പഴയ ആളുകളെ കണ്ടാൽ മനസ്സിലാകുമോ? ഇല്ല, മനസ്സിലാകുകയില്ല. പരിചയം പുതുക്കുമോ? ഇല്ല, പരിചയം പുതുക്കുകയില്ല. അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ? ഇല്ല. മരിച്ചുപോയി, കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കഴിഞ്ഞു. അപ്പൊ നിങ്ങളോ? അതേപോലെ തന്നെ ഇരിക്കുന്നല്ലോ, അതേ ആള് തന്നെ ആണല്ലോ. എന്നോട് കള്ളം പറയുന്നു? അല്ല, മരിച്ചു എന്നുള്ള വാസ്തവം, ഇത് വേറെ ആളാ. ഇവിടെ കണ്ടോ, നമ്മള് എന്താ പറയുന്നത്? ഇവിടെ നമ്മള് വായിച്ച വാക്യത്തില്, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തില്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചു, പക്ഷെ നമ്മൾ പിന്നെയും എന്തുണ്ട്? ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, അല്ലാതെ മരിച്ചങ്ങ് പോയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങളെ തന്നെ മരിച്ചു, ആ പാപ വഴിക്ക് മരിച്ചു, ആ പാപത്തിന്റെ ഇമ്പത്തിന് മരിച്ചു, ആ പാപത്തിന്റെ സ്വാധീനത്തിന് മരിച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ഞാൻ പഴയ ഞാനല്ല. ആ പഴയ വ്യക്തി എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. ഈ സ്നാനപ്പെടുമ്പോ ചിലര് അവരുടെ പഴയ പേര് മാറ്റി പുതിയ പേര് സ്വീകരിക്കും. എനിക്ക് ആദ്യമൊന്നും അതിനോട് വലിയൊരു താല്പര്യമില്ലായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ഒരു സഹോദരൻ പിന്നെന്തിനാണ് വേറൊരു പേര് സ്വീകരിക്കുന്നത്? സ്നാനപ്പെട്ട് കഴിഞ്ഞു, അതേ വീട്ടിൽ തന്നെ അല്ലേ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് നല്ലത്. എവിടെങ്കിലും വെച്ച് ആ പഴയ ഗോപാലകൃഷ്ണൻ ഒന്ന് മരിച്ച് ഒരു പുതിയ ഒരാള് ആയി നിങ്ങൾ നടക്കുന്നത് നല്ല. പേര് മാറ്റാൻ ഒക്കുമെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ പോയി പേര് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നിലുള്ള ആശയം എന്താ നമ്മൾ ഈ പറയുന്നത്? മരിച്ചു എന്നിട്ടും ജീവിക്കുന്നു, പക്ഷെ ജീവിക്കുന്നത് ഞാനല്ല. നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, മരിച്ചിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷെ ജീവിക്കുന്നത് ഞാനല്ല. കർത്താവത്ര എന്നിൽ ജീവിക്കുന്നു. ആ നിലയിലെ കാര്യങ്ങളെ കാണാൻ നമുക്ക് ഇടയാകണം. ഇവിടെ അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. അതുപോലെ തന്നെ നിങ്ങളുടെ അവയവങ്ങളെ ഇനി പാപത്തിന് വിട്ടുകൊടുക്കരുത്. അല്ലെങ്കിൽ അതിന്റെ 13-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ അനീതിയുടെ ആയുധങ്ങളായിട്ട് ഈ പാപത്തെ എന്ത് ചെയ്യരുത്? സമർപ്പിക്കരുത്. അതിനെ അങ്ങനെ പ്രസന്റ് ചെയ്യരുത്. മറിച്ച് എന്ത് വേണം? അതിനെ നീതിയുടെ ആയുധമായിട്ട് പ്രസന്റ് ചെയ്യണം. ഇതെങ്ങനെയാ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞു ദൈവവചനം വളരെ പ്രാക്ടിക്കൽ ആണെന്ന് പറഞ്ഞു. ഇപ്പോഴൊക്കെയാണ് മനുഷ്യനിലുള്ള വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ സയൻസ് ഒക്കെ ഇപ്പോഴൊക്കെയാ പല കണ്ടുപിടുത്തങ്ങളും പല കാര്യങ്ങളും പഠിക്കുകയും വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ദൈവവചനം എത്ര യാഥാർത്ഥ്യ ബോധത്തോടാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ വിശ്വാസത്തിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക്
അയാൾ ആത്മാവിൽ ജീവിക്കപ്പെട്ടു. അയാളുടെ ആത്മാവ് സജീവമായി. കർത്താവിനെ അറിയുന്നത് വരെ ആ ആത്മാവ് എങ്ങനായിരുന്നു? അത് മരിച്ചു കിടക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ജനിക്കുന്ന ആളുകളൊക്കെ അവരുടെ ആത്മാവ് മരിച്ചതാണ്. എപ്പോഴെങ്കിലും അവര് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ് അവരുടെ ആത്മാവ് എന്താകുന്നത്? ജീവിപ്പിക്കപ്പെടുന്നത്, സജീവമാകുന്നത് അപ്പോഴാണ്. അപ്പോ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവ് സജീവമായി ജീവിക്കപ്പെട്ടു. അപ്പോഴും നമ്മൾ ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്? നമുക്ക് എന്തുണ്ട്? ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നിരന്തരം പോഷിപ്പിച്ചിരുന്ന ഒരു ജഡം ഇപ്പോഴും ഉണ്ട്. ജഡം കണ്ടോ? രണ്ടിനെയും രണ്ട് വാക്കുകൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ആത്മാവ്, ജഡം. രക്ഷിക്കപ്പെടാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജഡം മാത്രമാണ് സജീവം. ആത്മാവ് സജീവമല്ല, മരിച്ചു കിടക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളമോ അയാളുടെ ആത്മാവ് സജീവമായി, ആത്മാവ് സചേതനമായി, ആത്മാവ് ജീവിക്കപ്പെട്ടു. ജഡം എന്ത് ചെയ്തു? ജഡവും ഇപ്പോഴും ഉണ്ട്. അതിന് പഴയ സ്വാധീനമില്ലെങ്കിലും ആ ജഡം ഇപ്പോഴും നമ്മിലുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്താ ജീവിക്കുന്നത്. പഴയ അതേ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നത്. പഴയ അതേ അവയവങ്ങൾ തന്നെ നമുക്കുള്ളത്. അവയുടെ നിയന്ത്രണത്തിനെതിരെ നമ്മൾ ജാഗരൂകത പാലിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ എന്താ? നമ്മള് മരിച്ചവരാണ്, എങ്കിലും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയുണ്ട്? ജഡമുണ്ട്, ആത്മാവുണ്ട്. ഈ ജഡവും ആത്മാവും മാത്രമല്ല നമ്മൾ അവയെ സമർപ്പിക്കുക ആയുധങ്ങളായിട്ട്. ഇനി നിങ്ങളുടെ മേൽ വാഴരുത്, അതുകൊണ്ട് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്തു കൊള്ളുവീൻ എന്ന് പറയുന്ന എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് സമർപ്പിക്കുക എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം രണ്ട് ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ആത്മാവാണ്, സജീവമായ ആത്മാവ്. ആ ആത്മാവിന് എന്തൊക്കെയാ താല്പര്യം? ദൈവവും ദൈവത്തിന്റെ കാര്യങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് ആ ആത്മാവിന് താല്പര്യം. എന്നാൽ അതിന്റെ മറുവശത്ത് എന്തുണ്ട്? ഇപ്പോഴും ജഡമുണ്ട്. ആ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പഴയ സ്വാധീനമില്ലെങ്കിലും ആ ജഡം ഇപ്പോഴും ജീവനോടുണ്ട്. ആ ജഡം എങ്ങോട്ടാ പോകാൻ താല്പര്യം? ഈ ലോകത്തിലേക്ക്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക്, അതിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കുക, വിശ്വാസികളായ നമ്മള് ഒരേ സമയം രണ്ട് ദിശകളിലേക്ക് മുഖം തിരിച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളെയാ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ചിലരോട് ചോദിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം എൻ്റെ ബ്രദറെ എങ്ങനെയുണ്ട്? ഓ, വലിയ പാടാ എൻ്റെ ബ്രദറെ എന്ന് പറയും. അവര് വലിയ പാടാന്ന് പറയുന്നതിൽ എനിക്കൊരിക്കലും ഒരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം അത് ശരിയാ. രക്ഷിക്കപ്പെടുന്നവരെ അവർക്ക് എന്തേ ഉള്ളായിരുന്നു? ഒരു ദിശയിലോട്ടൊക്കെ പോയാൽ മതിയായിരുന്നു. ഇപ്പോഴെന്താ? ഇപ്പം പരസ്പര വിരുദ്ധമായ രണ്ട് ദിശകളിലേക്ക് പോകാൻ അവരെ, ഒന്ന് ആത്മാവ്, മറുവശത്ത് ജഡം, ഇങ്ങനെ അവരെ വലിച്ചുകൊണ്ടിരിക്കുക. ശരി, ഇതിലെവിടെയാ നമ്മൾ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ടത്? അതാണല്ലോ നമ്മുടെ ചോദ്യം. നമുക്ക് ഈ ആത്മാവും ജഡവും മാത്രമല്ല, നമുക്ക് എന്തുണ്ട്? ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ശക്തി, ഒരു വിൽ പവർ. നമ്മളെ തന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൂന്നാമതൊരു ഘടകവും നമ്മിലുണ്ട്. നമ്മള് ഈ ഡിസിഷൻ എടുക്കാനുള്ള ഈ ഘടകത്തെ, തീരുമാനമെടുക്കാനുള്ള ശക്തിയെ നമ്മൾ എവിടെ വയ്ക്കും എന്നുള്ളതാണ്. നമ്മള് പാപം ചെയ്യുമോ അതോ ആത്മീയമായിട്ട് ജീവിക്കുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഈ ആത്മാവ്, ജഡം, തീരുമാനശക്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടെ പോകുന്നില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ.
നമ്മളെ പറഞ്ഞു വന്നത് വളരെ ലളിതമായ കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രണ്ട് ദിശകളിലേക്ക് നമുക്കൊരു വലികൾ വരാം. എന്നാൽ നമ്മൾ നമ്മുടെ തീരുമാനമെടുക്കുന്ന ആ കാര്യത്തെ നമ്മൾ അതിനകത്ത് നമ്മുടെ ഇച്ഛയെ, നമ്മുടെ വില്ലിനെ, നമ്മുടെ ഇച്ഛയെ നമ്മൾ ആത്മാവിൽ വെച്ചാൽ നമ്മൾ പാപം ചെയ്യുകയില്ല. ആ രംഗത്ത് നമ്മൾ ജയാളികളാകും. അതേസമയം നമ്മുടെ വില്ലിനെ, ഇച്ഛയെ നമ്മൾ ആ പരീക്ഷയുടെ സമയത്ത് ജഡത്തിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? ജഡത്തിൽ വെച്ചാൽ ആ പാപത്തിൽ വീഴും. അതുകൊണ്ട് ഇവിടെ ഇതാ റോമർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ പറയുന്നു, നിങ്ങൾ എവിടേക്കാണ് ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ ഇനിയും എന്ത് ചെയ്യരുത്? ഈ അനീതിയുടെ ആയുധങ്ങളായിട്ട് പ്രസന്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ജഡത്തിൽ വെക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ചുകൊള്ളുവീൻ, ആത്മാവിൽ വെച്ചുകൊള്ളുവീൻ. ആത്മാവിൽ വെക്കുമ്പോൾ പാപത്തിൽ വീഴുകയില്ല. അതേസമയം ജഡത്തിൽ വെച്ചാൽ നമ്മൾ പാപത്തിൽ വീഴും. തീരുമാനം നമ്മുടേതാണ്. നമുക്ക് ഇച്ഛയെ എവിടെ വെക്കാം? നമുക്കാണ് നമ്മുടേതാണ് തീരുമാനം. എങ്ങനെ വെച്ചു? ജഡത്തിൽ വെച്ചാൽ പാപത്തിൽ വീണുപോയി, പാപത്തിൽ വീണുപോയി. എന്നാൽ ആ സമയത്ത് പാപത്തോട് നോ പറഞ്ഞ്, ജഡത്തോട് നോ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇച്ഛയെ, ഇല്ല, ഞാൻ അത് ചെയ്യുകയില്ല, ഞാൻ അങ്ങോട്ട് പോവുകയില്ല, ഞാൻ അത് വേണ്ടെന്ന് വെക്കും, ഞാൻ ആ നിലയിൽ പണം സമ്പാദിക്കുകയില്ല എന്ന് പറഞ്ഞ്, ഞാൻ ദൈവവചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മുടെ ഇച്ഛയെ നമ്മൾ ആത്മാവിൽ വെക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ആത്മാവ് സജീവമായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് വസിച്ചപ്പോഴാണ്. ആ സജീവമായ ആത്മാവിൽ നമ്മൾ വെക്കുമ്പോ ദൈവാത്മാവ് തന്നെ നമ്മളെ നീതിയിൽ നടത്തും. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീ. ദൈവത്തിന് ആ നിലയിൽ സമർപ്പിക്കുക. ദൈവത്തിന് സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അങ്ങനെ ഒരുവൻ ആരാ? അങ്ങനെ ഒരുവൻ സത്യത്തില് ഏത് കാര്യം വന്നാലും തീരുമാനമെടുക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? ദൈവം പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാ. എൻ്റെ ആത്മാവിൽ ഞാൻ എൻ്റെ ഇച്ഛയെ വെക്കും എന്ന് പറയുമ്പം അവന് ആരുടെ ദാസനാ, ആരുടെ അടിമയാണ്? അവിടെ ഇതാ റോമർ 6:16 പറയുന്നു. 6:16 ആ കാര്യം വ്യക്തമാക്കുന്നു. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? നമ്മൾ നമ്മുടെ ഇച്ഛയെ ആത്മാവിൽ വെച്ചാൽ, അത് നിരന്തരം അങ്ങനെ വെക്കുന്നത് ഒരു ശീലമായാൽ നമ്മൾ ആരുടെ ദാസന്മാരായിട്ട് ആയിരിക്കും? ദൈവത്തിന്റെ ദാസന്മാരായിട്ടായിരിക്കും. അതേസമയം നമ്മൾ നമ്മുടെ ഇച്ഛയെ നിരന്തരം പരീക്ഷകൾ വരുമ്പോ ഈ നിലയില് നമ്മുടെ ജഡത്തിൽ വെച്ചാൽ നമ്മള് ആരുടെ ദാസന്മാരായി പോകും? ജഡത്തിന്റെ ദാസന്മാരായി പോകും, ലോകത്തിന്റെ ദാസന്മാരായി പോകും. ആ കാര്യമാണ് 6:16 ഇതിനോട് ചേർന്നുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? എന്നിട്ട് അത് വിശദീകരിക്കുക. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. കണ്ടോ എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനം ഈ കാര്യം പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛയെ എവിടെ വേണമെങ്കിലും വെക്കാം, പക്ഷേ അത് വെക്കുന്നതനുസരിച്ച് നിങ്ങൾ ഒന്നുകിൽ എന്തായി പോകും? ഒന്നുകിൽ മരണത്തിനായിട്ട് പാപത്തിന്റെ ദാസന്മാരായി പോകും. ജഡത്തിൽ വെക്കുന്നത്, നമ്മുടെ ഇച്ഛയെ വെക്കുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മൾ എന്തായി തീരും? നമ്മള് മരണത്തിനായിട്ട് പാപത്തിന്റെ ദാസന്മാരാകും. അതിന്റെ അന്ത്യം മരണമാണ്. എന്നാൽ നീതിക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഇച്ഛയെ ആത്മാവിൽ വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി തീരും, അനുസരണത്തിന്റെ ദാസന്മാരായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇതിൽ ആരുടെ ദാസനായിട്ട് ഇരിക്കാനാ
നമുക്ക് താല്പര്യം? നമ്മളെല്ലാവരും പറയും ദൈവത്തിന്റെ ദാസനായിട്ട്, ദൈവത്തിന്റെ ദാസിയായിട്ട്. ചിലർക്ക് അതുകൊണ്ട് തൃപ്തിയില്ല. കർത്താവിന്റെ വിലയേറിയ ദാസനാകണം ചിലർക്ക്. വിലയേറിയ ദാസിയാണ്, എന്തു ആയിക്കോട്ടെ. എന്തായാലും കർത്താവിന്റെ വിലയേറിയ ദാസനോ വിലയേറിയ ദാസിയോ, കർത്താവിന്റെ വെറും ദാസനോ ദാസിയോ ആകണമെങ്കിൽ ഇതൊരു ശീലമാക്കണം. ഏത്? കോപിക്കേണ്ട ഒരു രംഗം വരുമ്പോ നിങ്ങളുടെ നാവിനെ നിങ്ങളുടെ ജഡത്തിന് വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ നാവ് ധരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിനെ എന്ത് ചെയ്യും? അതിനെ എൻ്റെ ജഡത്തിന് വിട്ടുകൊടുക്കുകയില്ല. കർത്താവേ എന്നോട് ക്ഷമിക്കണേ, കർത്താവെ ഞാൻ ഇപ്പോഴും ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്, എനിക്ക് തെറ്റായ പല പ്രലോഭനം വരുന്നുണ്ട്, ഈ സന്ദർഭത്തിൽ എന്നെ സഹായിക്കണേ. ഞാൻ എൻ്റെ നാവിനെ, എൻ്റെ കണ്ണിനെ, എൻ്റെ ഈ അവയവത്തെ ആത്മാവിൽ വെക്കുന്നു. ദൈവമേ, ഞാൻ തെറ്റായിട്ട് പ്രവർത്തിക്കുകയില്ല, ജഡത്തിനെതിരെ വിട്ടുകൊടുക്കുകയില്ല, ജഡത്തിനായിട്ട് വിട്ടുകൊടുത്ത് പാപത്തിന്റെ ദാസനാവുകയില്ല, മറിച്ച് നീതിക്കായിട്ട് വിട്ടുകൊടുത്ത് അനുസരണത്തിന്റെ ദാസനായി ഞാൻ തീരും എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാവിൽ ഈ ഇച്ഛയെ വെക്കുന്നത് ഒരു ശീലമാക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? വിജയകരമായ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇത്രയും വർഷങ്ങളായി. ഇപ്പോഴും നമ്മൾ ആദ്യകാലത്ത് ജീവിച്ചതുപോലാണോ? അതോ ഈ കാര്യത്തിലൊക്കെ നമുക്ക് ദൈവം ഒരു വിജയം തരുന്നുണ്ടോ? നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അവയവങ്ങളിൽ ഈ നിലയിൽ പാപം അതിൻ്റെ മേൽ വാഴരുത് എന്നാണ്. വാഴാതെ ഇരിക്കാൻ നമ്മൾ നിരന്തരം പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആത്മാവിൽ വയ്ക്കുന്നത്